ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ റെക്ക് ഓഫ് ദി ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ബെഞ്ചമിൻ പെക്കിത്താണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഈ കവിതയിലും മെയിനായിട്ട് നമുക്ക് പേര് വയ്ക്കുന്ന പോലെ തന്നെ ടൈറ്റാനിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ടൈറ്റാനിക് കപ്പലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 1912 ഏപ്രിൽ ഒരു ഐസ്ബർഗുമായിട്ട് കൂട്ടിയിടിച്ച് മുങ്ങിപ്പോയ ഒരു കപ്പലാണ് എന്തെന്ന് പറയുന്നത് ടൈറ്റാനിക് എന്ന് പറയുന്നത്. ടൈറ്റാനിക് which carried 2,100 passengers and crew collided with an iceberg and sank into the depth of the Atlantic Ocean. 2,100 പാസഞ്ചേഴ്സുമായിട്ട് പോയ ഒരു കപ്പലായിരുന്നു. അതിൻ്റെ അവസാനത്തെ യാത്രയായിരുന്നു ഈ പോയത്. അപ്പോൾ തന്നെ അത് മുങ്ങി മരിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ടൈറ്റാനിക് സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കാണുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് തോന്നി മനസ്സിലാക്കാൻ തോന്നും. അപ്പം നമുക്ക് കവിതയിലോട്ട് പോകാം. The poem of 10 stanzas describes dramatically the regal movement of the ship. It is the most beautiful passenger liner making its first and last journey to depth of the Atlantic. അറ്റ്ലാന്റിക്കിൻ്റെ ഉൾക്കമ്പിലേക്ക് പോയൊരു യാത്രയാണ് എന്തെന്ന് പറയുന്നത് ടൈറ്റാനിക് എന്ന് പറയുന്നത്. The main theme of the wreck of the man-made miracle and how the hero is embraced death still being British and true. ഈ കവിതയുടെ മെയിൻ തീം എന്ന് പറയുന്നത് ആ ക്രൂവ്, ആ പാസഞ്ചേഴ്സ് എങ്ങനെ അതിനെ റിയാക്ട് ചെയ്തു, അതിനെങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഈ കപ്പൽ യാത്രയുടെ സമയത്ത് അവർ ധൈര്യം സംഭരിച്ചത്, അവരുടെ ഹീറോയിസം, സാക്രിഫൈസ് എന്നിവയൊക്കെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം കവിതയിലോട്ട് പോകാം. The Wreck of the Titanic, poem by Benjamin Peckett. Out of Southampton she swung with the stream, a poem of iron and steel, a sea dream, and thousands on shore watched her steaming away, the largest and grandest of all ships that day. എന്ന് പറയുന്ന ഇത്രേ അർത്ഥമുള്ളൂ. എവിടെ നിന്ന്? ഫ്രം വെയർ ഡസ് ദി ടൈറ്റാനിക് സ്റ്റാർട്ട്സ് ഇറ്റ്സ് ജേർണി? ഫ്രം സൗത്താംപ്ടൺ. അതാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്, ഔട്ട് ഓഫ് സൗത്താംപ്ടൺ എന്ന് പറഞ്ഞാൽ. ഷീ സ്വാങ് വിത്ത് ദ സ്ട്രീം. ഷീ എന്ന് പറയുന്നത് ഇവിടെ ടൈറ്റാനിക്കിനെയാണ്. ഇവിടെ ഒരു പെർസോണിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഷീ സ്വാങ് വിത്ത് ദ സ്ട്രീം. ഹൗ ഈസ് ദ ടൈറ്റാനിക് ഡിസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പം എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ, ഒരു അയണും സ്റ്റീലും കൊണ്ടുള്ള ഒരു കവിതയായിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡ്രീം, എ ഹാവൻ, ദ ബെസ്റ്റ് വർക്ക് ഓഫ് മാൻ. ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഒരു കപ്പൽ എന്ന് പറയുന്നത് ടൈറ്റാനിക് ആയിരുന്നു. അവർ ഉറപ്പ് വരുത്തിയിരുന്ന ഇതാണ്, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, ഏത് പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുന്ന ഒരു കപ്പലായിട്ടാണ് ടൈറ്റാനിക്കിനെ അന്ന് കരുതിയിരുന്നത്. ഫ്രം സൗത്തംപ്ടൺ ദ ടൈറ്റാനിക് സ്റ്റാർട്ടഡ് ഹെർ വോയേജ്. ഷീ വാസ് എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. ഷീ വാസ് എ സീ ഡ്രീം. The thousands of people standing on the shore watched her steaming away. She was the largest and grandest of all the ships made until then. Thousands of people standing on the shore watched her steaming away. അവൾ മറിഞ്ഞു പോകുന്ന ആ കാഴ്ച കരയിലുണ്ടായിരുന്ന എല്ലാ ആളുകളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത്രയ്ക്ക് സുന്ദരമായൊരു കാഴ്ചയായിരുന്നു റെക്ക് ഓഫ് ദി ടൈറ്റാനിക് എന്ന് കവി കാവ്യാത്മകമായ ഭാഷയിൽ പറയുകയാണ് കേട്ടോ. ടൈറ്റാനിക് വളരെ ഒരു ദുരന്തമായിരുന്നു. ആൻഡ് ഫസ്റ്റ് സ്റ്റാൻസ കഴിഞ്ഞു. നമുക്ക് അത്രയും സിമ്പിളായിട്ടുള്ള ഒരു പോയമാണിത്. സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുമ്പോൾ there were thousands on board, and thousands on board did security feel, for no eye saw death as he stood at the wheel, directing her course to the echoless shore, her first and last haven of nevermore. There were thousands on board. ആ ബോർഡിൽ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. They felt very secure. അവർ വളരെ സുരക്ഷിതമായിട്ടാണ് കരുതിയിരുന്നത്. Nobody thought of any danger as the captain stood at the wheel. ക്യാപ്റ്റൻ സ്മിത്ത് എന്ന് പറയുന്ന ആൾ അവിടെ ഒരു ഉറച്ച പാറക്കല്ല് പോലെ നിൽക്കുമ്പോൾ എനിക്കൊരു പേടിയും ഉണ്ടാവില്ല, ഒരു ദുരന്തം ഉണ്ടാവില്ല എന്നോർത്താണ് ഒരു പൊക്കൊണ്ടിരുന്നത്. ഹി വാസ് ഡയറക്റ്റിംഗ് ദി കോഴ്സ് ഓഫ് ദി ഷിപ്പ്. അദ്ദേഹമായിരുന്നു ആ കപ്പലിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ദിസ് വുഡ് ബി ഹെർ എന്ന് പറയുന്ന ഇവിടെ ഷിപ്പിനെയാണ്. ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ട്രിപ്പ് ആ ഷീ വിൽ നെവർ റീച്ച് എ പോർട്ട് അഗെയിൻ. അവൾ ഇനി ഒരു കരയ്ക്ക് എത്താനുള്ള കഴിവ് പോലും അവൾക്കില്ലാതായി പോകുന്നു. അവളുടെ ആദ്യത്തെ യാത്രയായി മാറിയത്. അത്രേ ഉള്ളൂ.
സെക്കൻഡ് സ്റ്റാൻസയുടെ അർത്ഥം. മൂന്നാമത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത് ഷീ വാസ് ദി ലാസ്റ്റ് ബെസ്റ്റ് വർക്ക് ഓഫ് മാൻ ആൻഡ് ഓൺ ഹെർ ഫസ്റ്റ് വോയേജ് വാസ് സ്പീഡിംഗ് വെൻ ഔട്ട് ഓഫ് ദി ഡാർക്ക്നെസ് ഔട്ട് ഓഫ് ദി നൈറ്റ് ലൂംഡ് ആൻ ഒമീനിയസ് ഫോം ഓഫ് ഗോസ്ലി വൈറ്റ്. ഷീ വാസ് ദി ബെസ്റ്റ് ഷിപ്പ് മാൻ ഹാവ് മെയ്ഡ്. അന്നുണ്ടായിരുന്നതിൽ ഏറ്റവും നല്ല ഒരു കപ്പലായിരുന്നു അത്. ഷീ വാസ് സ്പീഡിംഗ് ഓൺ ഹെർ ഫസ്റ്റ് വോയേജ് വെൻ സഡൻലി ഔട്ട് ഓഫ് ദി ഡാർക്ക്നെസ് ഇൻ ദി നൈറ്റ് എ ഗോസ്ലി വൈറ്റ് ഫോം അപ്പിയേർഡ്. ആ മഞ്ഞുമലയാണ് കേട്ടോ ഇവിടെ ഈ ഗോസ്ലി വൈറ്റ് ഫോം എന്ന് പറയുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു ഐസ്ബർഗ് ആയിരുന്നു അവിടെ അപ്പോൾ കണ്ടത്. ആ സമയത്ത് കണ്ടത് വൈറ്റ് ഗോസ്ലി ഫോം ലൈക്ക് ഒരു ഐസ്ബർഗ് ആയിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഒരു ഗോസ്റ്റായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു പ്രേതമായിട്ട് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതിനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അവളുടെ ആദ്യത്തെ യാത്രയായിരുന്നു എന്ന് ഓർക്കണം. ആ ഇരുട്ടിൽ ഒരു വെള്ളപ്രേതം ഉത്ഭവിച്ചു എന്നാണ് പറയുന്നത്. വളരെ ഒരു ദുരന്തമായിരുന്നല്ലേ. പെട്ടെന്ന് ആ ഇരുട്ടിലേക്ക് പെട്ടെന്ന് ഒരു വെള്ള പ്രേതം ഉത്ഭവിച്ചു. അത് എത്ര ജീവനെ എടുത്തുകൊണ്ടാണ് പോയതല്ലേ. അടുത്ത സ്റ്റാൻസ, നാലാമത്തെ സ്റ്റാൻസയാണ്. ടു വാസ് എ ടവറിങ് മൗണ്ടൻ ഓഫ് ഐസ് ജൈജാൻറ്റിക് ആസ് എവർ was seen on the North Atlantic. She struck with a shiver from stem to stern, and was rapidly sinking. All soon did learn. It was a huge mountain of ice. അതെന്ന് പറയുന്നൊരു വലിയൊരു മൗണ്ടൻ ആയിരുന്നു. ഐസ് കൊണ്ടുള്ള വലിയൊരു മൗണ്ടൻ. Such a huge iceberg was never seen on the North Atlantic. ആ നോർത്ത് അറ്റ്ലാന്റിക് ഇതുവരെ കാണാത്തൊരു സാധനമായിരുന്നു ആ ഐസ്ബർഗ്. ഇറ്റ് ഹിറ്റ് ദ ഷിപ്പ് സെൻഡിങ് എ ഷിവർ ടുവേർഡ് ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദി ഷിപ്പ്. സൂൺ ബിഗാൻ ടു സിങ്ക് ആൻഡ് പീപ്പിൾ നോ ഇറ്റ് വാസ് സിങ്കിങ്. പെട്ടെന്ന് വന്ന ഒറ്റ ഇടി ആ കപ്പൽ മൊത്തം അറിഞ്ഞു അങ്ങനെ ഒരു ഇടി നടന്നു എന്നുള്ള കാര്യം. അത്രയ്ക്ക് വളരെ ഭീകരമായ ഒരു ഇടിക്കലായിരുന്നു അത്, അപകടമായിരുന്നു അതെന്നാണ് പറയുന്നത്. അപ്പം ആൾക്കാർക്ക് തന്നെ മനസ്സിലായി അത് മുങ്ങിപ്പോകും എന്ന്. അവർക്ക് തന്നെ മനസ്സിലായി. അവർക്ക് തന്നെ ഒരു ഭയം അതിനോട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ സ്റ്റാൻസ. Then Captain Smith, her commander brave, thought not one moment his own life to save, but stood on the bridge calling out to the crew, "Remember your country, be British, be true." ബ്രിട്ടീഷുകാരനായ ഒരു സ്മിത്ത് എന്ന് പറയുന്ന ക്യാപ്റ്റൻ സ്മിത്ത് ആണ് അതിലെ കമാൻഡർ. ഹി വാസ് ദി കമാൻഡർ ഓഫ് ദി ഷിപ്പ്. ഹി വാസ് ബ്രേവ്. വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. നോട്ട് ഈവൻ ഫോർ വൺ മൂമെൻറ്റ് ഹീ ത്രൂ ഓഫ് സേവിങ് ഹിസ് ലൈഫ്. ഒരു നിമിഷത്തേക്ക് പോലും അദ്ദേഹത്തിൻ്റെ ജീവനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ കുട്ടികളെയും വുമൻസിനെയും രക്ഷിക്കൂ. ബി ബ്രിട്ടീഷ്, ബി ട്രൂ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. He stood on the bridge and told the crew that they were British and they should remember their country and should do their duty. നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഓർക്കണം, നമ്മുടെ ജോലിയെക്കുറിച്ച് ഓർക്കണം, നമ്മൾ ബ്രിട്ടീഷുകാരാണ് എന്നും പറഞ്ഞ് ആ ബ്രിഡ്ജിൽ കയറി നിന്ന് എല്ലാ ക്രൂവിനും ധൈര്യം കൊടുക്കുന്നത് ക്യാപ്റ്റൻ സ്മിത്താണ്. അപ്പോൾ ക്യാപ്റ്റൻ സ്മിത്തിനെ കുറിച്ചാണ് സ്റ്റാൻസ 5 പറയുന്നത്. അടുത്ത സ്റ്റാൻസ 6. ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ് ആൻഡ് സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ് proved there to the world. Their valor near fails. The women and the children first was their cry, and every one of the crew stood by. England, Ireland, Scotland, Wales proved to the world, and their courage never fails. അവരുടെ ധൈര്യത്തെക്കുറിച്ച് പ്രഗൽഭിക്കുന്ന, അവരുടെ പരാജയത്തെക്കുറിച്ചല്ല, അവരുടെ ധൈര്യത്തെക്കുറിച്ച് പ്രഗൽഭിക്കുന്ന ഒരു യാത്രയായിരുന്നു ഇത്. They said that the women and the children ഷുഡ് ഗോ ഇൻ ദ ലൈഫ് ബോട്ട്. ലൈഫ് ബോട്ടുകളുണ്ട് അപ്പോൾ സുരക്ഷയായിട്ട്. അപ്പോൾ ആ ലൈഫ് ബോട്ടുകളിൽ കുട്ടികളെയും സ്ത്രീകളെയും ഇറക്കി വിടുക എന്നാണ് പറഞ്ഞത്. ഓൾ ദി ക്രൂ സ്റ്റുഡ് ബൈ ആൻഡ് വാച്ച്ഡ്. അപ്പം ബാക്കിയുള്ള ആൾക്കാർ അത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവരെ സുരക്ഷിതമായി എത്തിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് സ്റ്റാൻസ 7. ആൻഡ് ദ ബോട്ട്സ് വെയർ ലോവേർഡ് ആൻഡ് സെൻറ്റ് അവേ that cut off all hope save eternity, and the Titanic sank from sight neath the sea, while her band played near by God, my God, to thee.
The lifeboats were lowered and women and children went, were sent away to safety. അപ്പം അവരെ രക്ഷിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആ കപ്പലുകളെല്ലാം താഴ്ത്തി സ്ത്രീകളെയും കുട്ടികളെയും ഇറക്കി ബോട്ടിൽ നിന്ന് സേഫായിട്ട് അവർ ഒരു ജേർണിയിലോട്ട് എത്തിച്ചു. ദ ക്രൂ ഹാവ് നോ ഹോപ്പ് ഓഫ് സേവിങ് ദംസെൽസ്. ആ ക്രൂവിനും അതുപോലെ തന്നെ സ്വന്തം ജീവനെക്കുറിച്ച് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല, രക്ഷിക്കണമെന്ന് തോന്നിയില്ല. ബാക്കിയുള്ളവരെല്ലാം രക്ഷിക്കാനാണ് അവർക്ക് പറ്റിയത്. ദ ടൈറ്റാനിക് സാങ്ക് ഫ്രം സൈറ്റ് ആസ് ദ ബാൻഡ് പ്ലേഡ് നിയറർ മൈ ഗോഡ് ടു തേ. അവിടെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. ആ ബാൻഡ് പാടിയ അവസാനത്തെ പാട്ടാണ് നിയറർ മൈ ഗോഡ് ടു തേ. അവർ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നതിൻ്റെ അവസാന യാത്ര ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തത് സ്റ്റാൻസ് ആയിട്ട് എന്ന് പറയുമ്പം വാസ് ദെയർ എവർ എ സീൻ സോ ഓഫുള്ളി ഗ്രാൻഡ് ആസ് ദാറ്റ് സിങ്കിങ് ഷിപ്പ് വിത്ത് ഹെർ പ്ലേയിങ് ബാൻഡ്. ഓൾ ഗ്ലോറി ടു സ്മിത്ത് ആൻഡ് ദ ടൈറ്റാനിക്സ് മെൻ. ദേ ബ്രിങ് Trafalgar's heroes to memory again. Was there ever a scene grander than this? The ship was sinking, but the band was playing. കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ബാൻഡ് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു സ്മിത്ത് ആൻഡ് മെൻ ഓഫ് ടൈറ്റാനിക്. അപ്പം എല്ലാ ക്രെഡിറ്റും ആർക്കാണ്? സ്മിത്തിനും ആ ക്രൂ മെമ്പേഴ്സിനുമാണ്. വൺസ് അഗൈൻ ദേ ബ്രിങ് ടു മെമ്മറി ദി ഹീറോയിസ് ഓഫ് ട്രാഫൽഗർ. ട്രാഫൽഗർ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ട്രാഫൽഗർ 21 ഒക്ടോബർ 1805 നടന്ന ഒരു യുദ്ധമാണ്. വാസ് എ നേവൽ എൻഗേജ്മെൻറ്റ് ഫോർഡ് ബൈ ദ റോയൽ നേവി എഗൻസ്റ്റ് ദ കമ്പൈൻഡ് ഫ്ലീറ്റ്സ് ഓഫ് ദി ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ് നേവീസ്. ഫ്രഞ്ചും സ്പാനിഷ് നേവിയായിട്ടുള്ള യുദ്ധത്തിൽ അവരുടെ ഒരു ധീരതയാണ് ഇവിടെ പ്രഘോഷിക്കുന്നത്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി മാറിയിരിക്കുകയാണ് ഷിപ്പിലുണ്ടായിരുന്ന സ്മിത്തും അതിൻ്റെ ക്രൂസും. അടുത്തെന്ന് പറയുന്നത് സ്റ്റാൻസ 9. ആൻഡ് ദറ്റ് ഹാർട്ട് ത്രില്ലിംഗ് ടെയിൽ ഓഫ് ദി അലാമോ ആൻഡ് ദ ലാസ്റ്റ് ഗ്രാൻഡ് ചാർജ് അറ്റ് വാട്ടർലൂ ആൻഡ് ദാറ്റ് ചാർജ് ഓഫ് ദി ലൈറ്റ് ബ്രിഗേഡ് ആസ് വെൽ ആൻഡ് ജിം ബ്ലുഡ്സോസ് ആക്ട് ഓൺ ദ പ്രയറി ബെല്ലെ. ഇപ്പം 3-4 അതുപോലെ തന്നെയുള്ള യുദ്ധങ്ങളും അതിനെക്കുറിച്ചൊക്കെയാണ് ഈ അവസാനം പറയുന്നത്. അലാമോ, ദ ബാറ്റിൽ ഓഫ് ദി അലാമോ, ഫെബ്രുവരി 23 മാർച്ച് 6 1836 നടന്ന ഒരു ബാറ്റിലാണ് അലാമോ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ ബ്രിങ്സ് ടു ദ മെമ്മറി ഓഫ് ദി ത്രില്ലിംഗ് സ്റ്റോറി ദ ടെക്സിയൻസ് ഡിഫീറ്റഡ് ദ മെക്സിക്കൻ ആർമി എൻഡിങ് ദ റെവല്യൂഷൻ. ടെക്സിയനും മെക്സിക്കനും ആർമിയായിട്ടുള്ളൊരു റെവല്യൂഷനാണ് അവിടെ സംഭവിച്ചത്. അതാണ് അലാമോ. ഇറ്റ് ഓൾസോ ബ്രിങ്സ് ടു ദ മെമ്മറി. ഇവർ ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയാണ്, പല പല രാജ്യങ്ങളിൽ നടന്ന പല യുദ്ധങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. അടുത്തത് വാട്ടർലൂ. നെപ്പോളിയൻ വെയർ ഡിഫീറ്റഡ്. നെപ്പോളിയൻ പരാജയപ്പെട്ടതാണ് വാട്ടർലൂ എന്ന് പറയുന്നത്. 18 ജൂൺ 1815 നടന്ന ഒരു യുദ്ധമാണത്. അടുത്തെന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾസോ റിമൈൻഡ് ആസ് ദ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ്. The English forces fighting against the Russia in 1854. 1854 ഇംഗ്ലീഷും റഷ്യനും തമ്മിലുള്ള യുദ്ധമാണ്. ആൻഡ് ഓൾസോ ദി ജിം ബ്ലുഡ്സോസ് കറേജസ് ആക്ട്. ഹി വാസ് ആൻ എഞ്ചിനീയർ ഹു ഡൈഡ് വൈൽ സേവിങ് ദ ലൈഫ് ഓഫ് ദി പാസഞ്ചേഴ്സ് ഓൺ ബോട്ട് നെയ്മഡ് പ്രയറി ബെൽ സിങ്കിങ് ഇൻ ദ മിസിസിപ്പി റിവർ. മിസിസിപ്പി റിവറിൽ നദിയിൽ മുങ്ങിക്കൊണ്ടിരുന്ന കപ്പലിലെ ആൾക്കാരെ പാസഞ്ചേഴ്സിനെ രക്ഷിക്കുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു ജിം ബ്ലുഡ്സോസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് സ്റ്റാൻസ 9 തീരുകയാണ്. കുറേ നമ്മുടെ രാജ്യത്തെ സ്നേഹിച്ച ഒത്തിരി പേരുടെ ഓർമ്മകളിലൂടെ അവർ കടന്നു പോവുകയാണ് അവസാന നിമിഷം. അടുത്തത് സ്റ്റാൻസ 10. ആൻഡ് വിത്ത് ദീസ് ഡൗൺ ദ കൊറൈഡേഴ്സ് ഓഫ് ഓൾ ടൈം ദ ടൈറ്റാനിക് സ്റ്റോറി ഷാൾ sound sublime, for never was courage more noble and true than was shown on that night by the Titanic's crew. All along with all these stories of bravery, ധൈര്യത്തെക്കുറിച്ചുള്ള ഈ കഥയെല്ലാം കേട്ട് ആൻഡ് കറേജ്, അവരുടെ ധൈര്യത്തെക്കുറിച്ചെല്ലാം വെച്ച് ദ സ്റ്റോറി ഓഫ് ദ ക്രൂ ഓഫ് ടൈറ്റാനിക് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. ഈ ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള കഥയും ഭൂമിയിൽ
ഒരുപാട് കാലം നിലനിൽക്കും. ദേ ഹാഡ് ഷോഡ് സച്ച് കറേജ് ആൻഡ് നോബിലിറ്റി ഡ്യൂറിങ് ദ ഗ്രേറ്റ് ട്രാജഡി. അത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ടും അവരുടെ ധൈര്യവും അവരുടെ മഹത്വവും ഇനിയും പ്രഘോഷിക്കുമെന്നാണ് അവസാനത്തെ സ്റ്റാൻസയിൽ പറയുന്നത്.